അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, അതിനുള്ള നന്ദി പ്രകാശനം. അള്ളാഹുവിൻ്റെ കോടാനുകോടി അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് അനുഭവിച്ചുകൊണ്ടാണ് നാം ഓരോ നിമിഷവും കഴിഞ്ഞു കിടക്കുന്നത്. ചിന്തിച്ചാൽ ഒരു എത്തും പിടിയും കിട്ടാത്ത വിധം ഒരുപാട് കണക്കില്ലാത്ത അനുഗ്രഹങ്ങൾ നാം അനുഭവിക്കുകയാണ്. പക്ഷേ അതിനെക്കുറിച്ച് ഒരല്പം ചിന്തിക്കാനും അത് നൽകിക്കൊണ്ടിരിക്കുന്ന റബ്ബിന് കഴിയും വിധം നന്ദി പ്രകാശിപ്പിക്കുവാനുമുള്ള ഒരു ചുമതലാ ബോധം പലപ്പോഴും നന്ദി കെട്ട മനുഷ്യന് ഇല്ലാതെ പോകുന്നു. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ഏതെങ്കിലും ഒരു ചെറിയ അനുഗ്രഹത്തിന് ഒരു വിഘാതമുണ്ടായാൽ, ഒരു വിഘ്നം സംഭവിച്ചാൽ, അപ്പോൾ നാം അതിൽ അസഹ്യത കാണിക്കുകയും പ്രയാസം അനുഭവിക്കുകയും ആ അനുഗ്രഹത്തിന്റെ മൂല്യം തിരിച്ചറിയുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ അനുഗ്രഹം ആസ്വദിക്കുമ്പോൾ തന്നെ അതിന്റെ മൂല്യം മനസ്സിലാക്കി അതിന്റെ ദാതാവായ റബ്ബിന് ശുക്ർ ചെയ്തുകൊണ്ടിരിക്കുകയും നീ നൽകുന്ന അനുഗ്രഹങ്ങളൊന്നും തന്നെ എന്റെ കുറവുകൾ കൊണ്ട് നീ പിൻവലിക്കരുതേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യേണ്ടവനാണ് മനുഷ്യൻ. സ്രഷ്ടാവായ റബ്ബിന് നന്ദി പ്രകാശിപ്പിക്കുക എന്നത് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, നാം നമ്മുടെ ജീവിതം മുഴുക്കയും അള്ളാഹുവിന് നന്ദി പ്രകാശനവുമായി കഴിച്ചുകൂട്ടിയാൽ തന്നെ അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് വളരെ ചെറിയ രൂപത്തിലുള്ള നന്ദി പ്രകാശനം പോലുമായി അത് ഭവിക്കുകയില്ല എന്നതാണ് വസ്തുത. കാരണം അതിന് മാത്രം അനുഗ്രഹങ്ങളാണ് നാം അനുനിമിഷം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ശാരീരികമായി നാം അനുഭവിക്കുന്ന സുഖങ്ങൾ, സൗകര്യങ്ങൾ, നമുക്കിന്നൊരു വസ്തുവിനെ നോക്കണമെങ്കിൽ അത് നോക്കാൻ കഴിയുന്നു, ആ നോക്കുന്ന വസ്തുവിനെ കാണാൻ കഴിയുന്നു, ആ കണ്ട വസ്തുവിനെ ഓർക്കാൻ കഴിയുന്നു. ഇതെല്ലാം അള്ളാഹു തആല ചെയ്യുന്ന വലിയൊരു അനുഗ്രഹമാണ് എന്ന് ആ കാഴ്ചശക്തി നഷ്ടപ്പെടുമ്പോൾ നീ തിരിച്ചറിയുന്നു. പണ്ടേതോ കണ്ട ഒരു സംഭവം, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കണ്ട ഒരു കാഴ്ച, അതേ ദൃശ്യം മറ്റൊരിക്കൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം നാം കാണുമ്പോൾ ആ മുന്നേ കണ്ട കാഴ്ചയുമായി നമ്മുടെ ബുദ്ധി അതിനെ തുലനം ചെയ്യുന്നു. അന്ന് കണ്ട കാഴ്ചയുമായി അതിനെ തുലനം ചെയ്തുകൊണ്ട് അന്ന് ഞാൻ ഇത് കണ്ടിരിക്കുന്നു എന്ന് നിന്റെ ഓർമ്മ, നിന്റെ ബുദ്ധി നിന്നോട് പറയുന്നു. അന്നുണ്ടായ ആ കാഴ്ചയിലും ഇന്നുണ്ടായ കാഴ്ചയിലും വളരെ ചെറിയ വലിയ വ്യത്യാസവും ഉണ്ടെങ്കിൽ അതുപോലും നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ആ കണ്ട കാഴ്ച ഒരു ഇമേജ് ആയിക്കൊണ്ട് നിന്റെ ബ്രെയിൻ അവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. അതേസമയം പിന്നീട് ആ കാഴ്ച വരുമ്പോൾ, അതേ അനുഭവം ഉണ്ടാവുമ്പോൾ അതിനെ കമ്പയർ ചെയ്തുകൊണ്ട് പരസ്പരം തുലനം ചെയ്തുകൊണ്ട് അതിലെ വ്യത്യാസങ്ങൾ പോലും നിനക്ക് അത് ഓർമ്മപ്പെടുത്തുന്നു, അത് മനസ്സിലാക്കി തരുന്നു, പറഞ്ഞു തരുന്നു. ഇത് നാം നിരന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. ഇതിനൊരു വിഘാതം സംഭവിച്ചാൽ എന്താണ് നിന്റെ സ്ഥിതി? അഥവാ ഓർമ്മശക്തി നഷ്ടപ്പെട്ടാൽ? കാണാൻ കഴിയുന്നു, പക്ഷേ ആ കണ്ട വ്യക്തിയെ, അല്പം മുൻപ് കണ്ട വ്യക്തിയെ നിനക്ക് ഓർമ്മയില്ല. ഈ ഒരു അവസ്ഥ വന്നാൽ എന്താ സ്ഥിതി? അതേസമയം ഇന്ന് നാം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കണ്ട വ്യക്തിയെ പോലും തിരിച്ചറിയുന്നു. ഒരു അനുഗ്രഹമല്ല ഇത്? അതുപോലെ നാം ബോധേന്ദ്രിയങ്ങളിലൂടെ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ സ്വാംശീകരിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നാം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന വിവരങ്ങളെല്ലാം നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ സംഭരിച്ചു വെക്കുകയാണ്. നാം അനുഭവിക്കുന്ന അത്തരം അനുഭവങ്ങളെല്ലാം അനുഭവിക്കുന്നത് തന്നെ നമ്മുടെ ബ്രെയിൻ കൊണ്ടാണ്. ഓരോന്ന് എടുത്തു നോക്കിയാൽ നാം അനുഭവിച്ചൊരു മണം, ആ മണം, അതേ മണം പിൽക്കാലത്ത് വർഷങ്ങൾക്ക് ശേഷം, പതിറ്റാണ്ടുകൾക്ക് ശേഷം നമുക്ക് ലഭിക്കുമ്പോൾ നാം അത് തിരിച്ചറിയുന്നു. സ്പർശം പോലും, ശബ്ദം പോലും. ഇവിടെ നാം കേൾക്കാനുള്ള കഴിവ് അള്ളാഹു നൽകുന്നു എന്ന അനുഗ്രഹത്തെക്കുറിച്ച് ഓർക്കണം. അത് ഓർത്തുവെക്കാനുള്ള കഴിവ് നൽകുന്നു എന്നത് മറ്റൊരു അനുഗ്രഹമാണ്, അത് ഓർത്തുവെക്കണം. കാണാനുള്ള കഴിവ്, കണ്ട കാഴ്ച ഓർത്തുവെക്കാനുള്ള കഴിവ്, മണക്കാനുള്ള കഴിവ്, ആ മണം ഓർത്തുവെക്കാനുള്ള കഴിവ്, സ്പർശത്തിനുള്ള കഴിവ്, സ്പർശം സ്വീകരിക്കാനുള്ള കഴിവ്, സ്പർശം അനുഭവിക്കാനുള്ള കഴിവ്, അത് ഓർത്തുവെക്കാനുള്ള കഴിവ്. ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിവരവും വിജ്ഞാനവും അറിവുകളും അനുഭവങ്ങളും
അതൊരു അനുഗ്രഹമാണെങ്കിൽ അത് ഓർത്തു വെക്കാനുള്ള കഴിവ് മറ്റൊരു അനുഗ്രഹമാണ്. ഇതിന് അല്ലാഹു തആല നമ്മുടെ ശരീരത്തിൽ സംവിധാനിച്ച സംവിധാനങ്ങളെ കുറിച്ച് നാം ചിന്തിക്കണം. നാം ഒരു വസ്തുവിലേക്ക് നോക്കുമ്പോൾ അവിടെ നിന്ന് പ്രകാശരശ്മികളായി നമ്മുടെ കണ്ണിലേക്ക് ആ വസ്തു കടന്നു വരികയാണ്. ആ പ്രകാശരശ്മികളെ സ്വീകരിക്കാൻ പറ്റുന്ന കോർണിയ അല്ലാഹു തആല നമുക്ക് നൽകി. പക്ഷെ ആ പ്രകാശം കൂടുതലുണ്ടെങ്കിൽ കുറച്ചു പിടിക്കാനും കുറവാണെങ്കിൽ വികസിക്കാനും പറ്റുന്ന വിധമുള്ള ഒരു കൃഷ്ണമണി നൽകി, പ്യൂപ്പിൾ നൽകി. അത് ലെൻസിലൂടെ കടന്നുപോയി നമ്മുടെ റെറ്റിനയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അതിനെ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആയിക്കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ അവിടെ നൽകി. അങ്ങനെ അത് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുമ്പോഴാണ് നാം ഒരു കാഴ്ച കാണുന്നത്, അനുഭവിക്കുന്നത്. ഒരുപാട് സംവിധാനങ്ങൾ ഒരു കാഴ്ചക്കിടയിൽ, മൈക്രോ സെക്കൻഡുകൾക്കിടയിൽ ഒരുപാട് സന്ദേശങ്ങൾ, ഒരുപാട് നിർദ്ദേശങ്ങൾ, മെസ്സേജുകൾ നമ്മുടെ ബ്രെയിനും കണ്ണും തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. വർണ്ണമുള്ളതിനെ കാണാനും വർണ്ണമില്ലാത്തതിനെ കാണാനും പരസ്പരം തിരിച്ചറിയാനും ഏതാണ്ട് 14 കോടിയോളം സെല്ലുകൾ, കോൺ സെല്ലുകളും റോഡ് സെല്ലുകളും അല്ലാഹു തആല നൽകിയിരിക്കുന്നു, റെറ്റിനയിൽ സംവിധാനിച്ചിരിക്കുന്നു. കോടിക്കണക്കിനാണ് എല്ലാത്തിന്റെയും കണക്കുകൾ. ഇതെല്ലാം സംവിധാനിച്ച റബ്ബ്, ആ റബ്ബ് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഏതെങ്കിലും കാര്യങ്ങൾ നമ്മോട് പറയുമ്പോൾ എന്തേ പിന്നെ അത് സ്വീകരിക്കാൻ ഇത്ര വൈമുഖ്യം? നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുത, നാം ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ ധാരാളം മരണവും ജനനവും നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ജനനവും മരണവും നമ്മുടെ ശരീരത്തിൽ നിരന്തരം സെക്കൻഡുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ബ്ലഡിനെ മാത്രം എടുത്താൽ ലക്ഷക്കണക്കിന് മില്യൺ കണക്കിന് സെല്ലുകൾ നിന്റെ ബ്ലഡിൽ നിന്ന് മാത്രം ഓരോ സെക്കൻഡിലും മരണപ്പെടുന്നു, പുതിയവ ജനിച്ചുണ്ടാവുന്നു. അങ്ങനെ നിനക്ക് യാതൊരു കോട്ടവും നിന്റെ പ്രവർത്തനത്തിന്, നിന്റെ ശരീരത്തിന്റെ ആ പ്രോസസ്സിന് വരാത്ത രൂപത്തിൽ അല്ലാഹു തആല നിന്നെ സംവിധാനിച്ചിരിക്കുന്നു. എന്നല്ല, നിന്റെ ശരീരത്തിൽ മൊത്തം എടുത്തു നോക്കിയാൽ കോടാനകോടി സെല്ലുകൾ ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുകയും പുതിയവ ജനിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ആരാണ് ഇതൊക്കെ സംവിധാനിക്കുന്നത്? ഓരോന്ന് എടുത്തു നോക്കിയാലും നീ ഏത് സമയത്തും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ ഹംദ് ചെയ്തുകൊണ്ട് ജീവിക്കേണ്ടവനാവുന്നു എന്ന ബോധം നിനക്കുണ്ടായിരിക്കും. പക്ഷെ ചിന്തിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. അതുകൊണ്ടാണ് വിവരമുള്ളവർ മാത്രമാണ് അള്ളാഹുവിനെ ശരിയായ രൂപത്തിൽ ഭയപ്പെടുക എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിച്ചാൽ സ്തുതിക്കണമെന്ന് പറഞ്ഞു, ഉറക്കമുണർന്നാൽ സ്തുതി വേണമെന്ന് പറഞ്ഞു, ജീവിതത്തിന്റെ ഓരോ ചലനത്തിലും സ്തുതി വേണമെന്ന് പറഞ്ഞു. ഐച്ഛികമായ കുറെ അദ്കാറുകൾ, സ്തുതി കീർത്തനങ്ങൾ നമ്മെ പഠിപ്പിച്ചു. ഇങ്ങനെ നിരന്തരമായി സ്തുതിച്ചുകൊണ്ടിരിക്കേണ്ടവനാണ് മനുഷ്യൻ. കാരണം അവൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അനുഗ്രഹങ്ങൾ. അങ്ങനെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുമ്പോൾ അതിന് ശുക്ർ ചെയ്യാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ശുക്രിന്റെ റൈസ്, അൽ ഹംദു റൈസു ശുക്ർ, സ്തുതി എന്ന് പറയുന്നത് നന്ദി പ്രകാശനത്തിന്റെ ശിരസ്സാണ്. അപ്പൊ നിനക്ക് അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവിടെ ഒന്നാമതായി ഹംദ് കടന്നു വരണം, സ്തുതി കടന്നു വരണം. അൽഹംദുലില്ലാഹ് എന്ന് നീ പറയണം. ഹംദിന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നാം ഹംദ് ചെയ്യേണ്ടത്. എന്താണ് ഹംദ് എന്ന് പറഞ്ഞാൽ? ഹംദ് എന്ന് പറഞ്ഞാൽ അസ്സനാഉ അലൽ ജമീൽ ഇഖ്തിയാരി, സ്വമേധയാ ചെയ്യുന്ന ഒരു നന്മയ്ക്ക് ഉള്ള പ്രശംസയാണ്. അള്ളാഹുവിന് ഒരു നിർബന്ധവുമില്ല നമുക്ക് അനുഗ്രഹം നൽകണമെന്ന്. അള്ളാഹു തആല നമുക്ക് അവന്റെ ഔദാര്യമായ അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അള്ളാഹുവിനെ നാം നിരന്തരമായി ഹംദ് ചെയ്യുക എന്നത് നമുക്ക് നിർബന്ധമാണ്. അവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, പ്രത്യേകിച്ച് ഇന്നത്തെ സമൂഹം മനസ്സിലാക്കേണ്ട വിഷയം, മല്ലം യശ്കുരിന്നാസ ലം യശ്കുരില്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ജനങ്ങൾക്ക് നന്ദി ചെയ്യാത്തവൻ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നില്ല. തനിക്കൊരു അനുഗ്രഹം ഒരു വ്യക്തിയിൽ നിന്നുണ്ടായാൽ ആ വ്യക്തിയോട് നന്ദിപൂർവ്വം പ്രതികരിക്കുക എന്നത് അവന്റെ ബാധ്യതയാണ്. യഥാർത്ഥത്തിൽ ആ നന്ദി പ്രകാശനം അള്ളാഹുവിനോട് നന്ദി പ്രകാശനമാണ്. കാരണം ആ അനുഗ്രഹം അവനിലൂടെ ലഭിച്ചു. അവന് ആ അനുഗ്രഹം നമുക്ക് ചെയ്തു തരാൻ കഴിഞ്ഞത് അള്ളാഹു അനുഗ്രഹിച്ചതുകൊണ്ടാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ അതിന് സബബായ ഈ വ്യക്തിയെ നാം മറക്കാൻ പാടില്ല. അവന് നന്ദി ചെയ്യണം. അവൻ നന്ദി ചെയ്യുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ നീ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നവനാവുന്നുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഇവിടെ ലിസ്റ്റിന്റെ ഒന്നാം ഭാഗത്ത് കടന്നു വരുന്നത്, ഒന്നാം നമ്പറായി വരുന്നത് നമ്മുടെ മാതാപിതാക്കളാണ്. ഇന്ന് നിരന്തരമായി ദിനേന തന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് മാതാപിതാക്കൾ മക്കളാൽ ആക്രമിക്കപ്പെടുന്നത്, മക്കളാൽ അനാദരിക്കപ്പെടുന്ന
മക്കളാൽ അനാദരിക്കപ്പെടുന്നത്. മറ്റ് സമുദായങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് മെച്ചപ്പെട്ട അവസ്ഥയിലായിരുന്നു നമ്മൾ ഉണ്ടായത്. പക്ഷെ ഇന്ന് വളരെ ദയനീയമായ ഒരു അവസ്ഥയിലേക്ക് നാം ആപ്പതിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ നിരന്തരമായ ഉത്ബോധനവും നിരന്തരമായ പ്രവർത്തനങ്ങളും ഈ വിഷയത്തിൽ നടക്കേണ്ടതുണ്ട്. പലപ്പോഴും ദീനിയായി മതപരമായി ബോധമുണ്ട് എന്ന് നാം ചിന്തിക്കുന്ന ആളുകൾ പോലും അവരുടെ മാതാപിതാക്കളോട് തട്ടിക്കയറുന്നവരും അനാദരവോടുകൂടി സമീപിക്കുന്നവരുമാണ്. എങ്ങനെ ഇത് കഴിയാം? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ പലയിടത്തും രണ്ടാമതായി പറഞ്ഞത് മാതാപിതാക്കളെ കുറിച്ചാണ്. അനിഷ്കുർലി വലിവാലിദൈക, എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യണം നിങ്ങളുടെ മാതാപിതാക്കൾക്കും എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന കാര്യം പറഞ്ഞിട്ട് ആ വളരെ പ്രധാനപ്പെട്ട ആ തൗഹീദിന്റെ വിഷയം മനുഷ്യനെ ഉത്ബോധിപ്പിച്ചിട്ട് തൊട്ടടുത്ത് പറഞ്ഞത് വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്ന. എത്രയോ സ്ഥലത്ത് ഈ രൂപത്തിൽ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അത്രമാത്രം ഗൗരവമുള്ളതാണ് മാതാപിതാക്കളുടെ കാര്യം. നീ നിനക്ക് തോന്നുന്നത് പോലെ എന്തെങ്കിലും ചെയ്തു കൊടുത്തത് കൊണ്ട് നിന്റെ ബാധ്യത തീരുന്നില്ല. എത്രത്തോളം പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതാണ്, ആ മാതാപിതാക്കൾ അമുസ്ലിങ്ങളാണെങ്കിൽ പോലും അവരോട് നിനക്ക് കടപ്പാടുണ്ട്. അവരുടെ കാര്യം നീ ഏറ്റെടുക്കണം, അവർക്ക് നീ നന്മ ചെയ്തു കൊടുക്കണം, അവർക്ക് നീ പരിപാലനം നൽകണം. അത് അവർ അമുസ്ലിങ്ങളാണെങ്കിൽ പോലും നൽകണമെന്ന് പരിശുദ്ധ ഖുർആൻ അർത്ഥസംഖ്യക്കിടയില്ലാത്ത വിധം വളരെ വ്യക്തതയോടുകൂടി നമ്മൾ പഠിപ്പിച്ചെങ്കിൽ എത്രമാത്രം ഗൗരവമുള്ള വിഷയമാണ്. എങ്ങനെ സമീപിക്കണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പെരുമാറണം, എങ്ങനെ സംരക്ഷിക്കണം, എങ്ങനെ പരിചരിക്കണം, എങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പോലും അതിന്റെ പദം പോലും എടുത്തു പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഈ സമൂഹത്തെ ഉത്ബോധനം നടത്തി. എന്നിട്ട് പോലും ഇങ്ങനെ ചെയ്യുകയാണ്. ഇത്രമാത്രം ഗൗരവത്തിൽ അല്ലാഹു തആല പറഞ്ഞിട്ട് എങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നന്ദി പ്രകാശനം, തനിക്ക് ചെയ്തു തന്ന നന്മയ്ക്ക് താൻ സ്തുതിക്കാനും പ്രശംസിക്കാനും പ്രത്യുപകാരം ചെയ്യാനും തയ്യാറുണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യേണ്ടത് മാതാപിതാക്കളോടാണ്. അതുപോലെ തന്നെ കൂട്ടുകുടുംബങ്ങൾ, തന്നെ സഹായിച്ചവർ, തനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടവർ, എല്ലാവരെയും നാം ഓർക്കേണ്ടതുണ്ട്. ആ കൂട്ടത്തിൽ വളരെ പ്രധാനമായി കടന്നു വരുന്നവരാണ് തന്റെ ഗുരുനാഥന്മാർ. ആ ഗുരുനാഥന്മാരോട് നമുക്ക് കടപ്പാടുണ്ട്. അവരെ നാം പ്രശംസിക്കേണ്ടതും ആശംസിക്കേണ്ടതും അവർക്ക് പറ്റുന്ന സഹായ സഹകരണങ്ങൾ നൽകേണ്ടതും അവരുമായുള്ള ബന്ധം നല്ല രൂപത്തിൽ നിലനിർത്തേണ്ടതുമുണ്ട്. നന്ദി ബോധത്തോടുകൂടി അവരെ സമീപിക്കേണ്ടതുണ്ട് എന്നർത്ഥം. ആത്മീയ രംഗത്തുള്ള ഉസ്താദുമാരുമായി ബന്ധപ്പെടുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഒരിക്കലും അപ്രധാനമല്ല ഭൗതിക വിഷയങ്ങൾ പഠിപ്പിച്ചവരുമായി ബന്ധം നിലനിർത്തുക എന്നത്. അത് അമുസ്ലിങ്ങളാണെങ്കിൽ പോലും ഇത്തരം വിഷയങ്ങളിലെല്ലാം നാം നന്ദി കാണിക്കണം. ഈ നന്ദി അള്ളാഹുവിനോട് കാണിക്കുന്ന നന്ദിയുടെ ഭാഗമാണ്. ആ അള്ളാഹുവിനോട് കാണിക്കുന്ന നന്ദികളിൽ പെട്ടതാണിത്. അതോടൊപ്പം നാം അള്ളാഹുവിനോട് കാണിക്കേണ്ട നന്ദി, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ എന്തുണ്ടോ ആ അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹു തആല കൽപ്പിച്ചതിന് മാത്രം ഉപയോഗപ്പെടുത്തുക എന്നതാണ്. ഇങ്ങനെ അള്ളാഹുവിനോട് കാണിക്കേണ്ട നന്ദി പ്രകാശനം നാം നടത്തിക്കൊണ്ടേയിരിക്കുക. ഇത്തരം വിഷയങ്ങളെല്ലാം നാം അതിന്റെ ഗൗരവത്തിൽ ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും ചെയ്യണം.